പൈസക്കാരനായിട്ടാ അവൻ. കേറുക. നേരെ കൊണ്ട് മുതുക്കി കേറട്ടെ. ലീന സേഫ്ലാൻഡ് 50 പേരൊക്കെ ഒന്ന് അന്തം വിട്ട് നോക്കിയിട്ട് മുയിരെന്ന് പറഞ്ഞു. മുതുക്കി നങ്കൂരായിട്ട് നിർത്തിയിട്ടുണ്ട് വണ്ടി. വാടി ഏൻ ചോടി. അലീന മരിച്ച്. ഹലോ അലീന, അതെന്തോ ഇറക്കിയത് ഇപ്പം ഇവിടുന്ന്. കരയിൽ കിടന്നൊരു വീട് ഇറങ്ങിയത് കടലോട്ട് പോയി. ഇതെന്തോ ഇവിടെന്നാ കൊറേ അഴുക്ക പൈസ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ. എന്താ പട്ടി? ലീഫിന്റെ ഇടയിൽ കയറാൻ പറ്റുമോ? അടകമ്മാലേ ഗമ്മാലേ. ഡ്യൂപ്ലിക്കേറ്റ് വണ്ടി കൊണ്ട് വന്നോളൂ ഓർത്തമാര്. ഈ വണ്ടിയൊക്കെ സൂര്യടേ മുച്ചിരി ബോസ് നോക്കിയേ. ചാറ്റിന് പൈസ ഇട്ട് പൈസ കൊടുത്ത് സ്കാൻ ചെയ്യിപ്പിക്കുന്നു. സൂര്യ ഇതെത്ര രൂപ? അല്ല എത്ര രൂപ ഇത് പറ കേക്കട്ടെ. இது எல்லாம் சேர்த்து 5 ரூபாய் ஒருத்தர் வந்து கொடுத்தாங்க, வாங்கி கொடுத்தாரு ஒருத்தர். யாரு வாங்கி கொடுத்தாரு? விமல் புறத்து. என்னோட காரியம் கூட சொல்லு. என்னோட அம்மா எப்படி மேலே போறது? ஏற மாட்டேங்குது. എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഷിഫ്റ്റ് എടുത്തന മേലെ എത്തുമാ. ഇരുവാ അങ്ങ് പോയിട്ട് ബോട്ട് കിട്ടേ വെച്ച് ഇത് ചേരலாம். ഫ്രീ ടു ലീവ് ബ്രദർ. ശരി ഇല്ല റെഡി ആയി. ഇറങ്ങിട്ട് ഇത് പോണ്. ഇത് മേലെ ഏറുക പെട്ടെന്ന്. ഇല്ല ഞാൻ ഈ പ്രാഡൽ നമ്പർ സേവ് ചെയ്യാറില്ല ബ്രോ. അടകമ്മാലേ என்ன செட்டப்? യോ കുമ്പി വാ പൈസക്കാരനായിട്ടാ അവൻ. വെയിറ്റിംഗ് ഫോർ 7:30 ഷെഡ്യൂൾ ചെയ്തോ? അലീന സെറ്റപ്പ് ആയിട്ടാ സൂര്യ. ഗൈസ് അപ്പൊ ഇന്നുണ്ടാ? ഇന്ന് മറ്റേ MRC അതാണോ പാറാണോ? ഓക്കേ ലെറ്റ്സ് സീ ഗൈസ്, ലെറ്റ്സ് സീ. എവിടെ അതിട്ടോട്ടെ കുഴപ്പമില്ല.
അതിന്റെ കാര്യം പൈസ കൊടുത്തിട്ട് നല്ലതൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞത് ഇത് പൈസ കൊടുക്കുന്നുണ്ടോ 5000 വെച്ച്? ഇല്ലില്ല, അവൻ്റെ അടുത്ത് പറഞ്ഞ എടാ അതെ വേറെ ചേട്ടാ അണ്ണു ഇവിടെ ഇലക്ഷൻ നിൽക്കുന്ന അത് എങ്ങനെ അത് എങ്ങനെ സംഭവം ആരൊക്കെ ഇലക്ഷൻ നിൽക്കുന്ന ആരൊക്കെയാ? അത് മറ്റേ നറുതണ്ടിക്ക് നാരദൻ അത് പൊട്ടും അത് പൊട്ടി അത് പൊട്ടി വേറെ അത് പൈസ കളയാൻ വേണ്ടി. പിന്നെ ഇപ്പൊ അന്ന് മാത്രമാണ് നിലവിലെ നോമിനീസ്. പിന്നെ ഇനി വരും, തുടങ്ങിയിട്ടില്ല. ഇപ്പൊ പ്രചാരണം ഇങ്ങനെ ചെറുതായിട്ട് മറ്റേ ബിഗ് ബോസ് ഒക്കെ തുടങ്ങുന്നതിന് പിന്നെ ആൾക്കാർ പറയത്തില്ല ഇന്ന ആൾക്കാർ, അതേപോലത്തെ ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒഫീഷ്യലി തുടങ്ങിയിട്ടില്ല. ഹലോ 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 സൂര്യ, സൂര്യ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ പറഞ്ഞാണോ? സൂര്യ സൂര്യ ഹലോ ഹലോ താഴേടി വവ്വാലേ എവളെയൊക്കെ എടി താഴേന്ന്. ഹലോ ഹലോ അയ്യോ പറ വണ്ടി നങ്കൂരത്തി നിക്കണ പെട്ടെന്ന് വരാൻ പറ. എടി അവൻ താഴെ പോയാ നോക്കിയാണ്. അലീന അവൻ താഴെ പോയാ? എടി ചെറുക്കൻ താഴെ പോയാ? എവിടെ? കാണാനല്ലോ ആളെ. എടി ചില്ലറ കാര്യം പറട്ടാ, ഇത് ഓട്ടോറിക്ഷല്ല ചുമ്മാ നീ പറയുമ്പോ തിരിക്കാനും ഉടക്കാനൊക്കെ. ഇത് ഷിപ്പാണ്. മറി എനിക്കറിയാം. അവൻ്റെ അടുത്തല്ല ഓട്ടോറിക്ഷ പിടിച്ച് വരാൻ പറയടി. SSCയുടെ വീഡിയോ റിയാക്ട് ചെയ്യാം, പിന്നല്ലാണ്ട് റിയാക്ട് സമയമാവട്ടെ ചിൽ, ലെറ്റ്സ് റിയാക്ട് ചിൽ. എന്താ ഇത്? എടി ഹലോ കേക്കോ? ഹലോ വേദനയുണ്ടോ? എടി ക്രാക്ക് ചെറുക്ക എവിടെ? ഞാൻ ഇരിക്കുന്നു നോക്ക്. ഇത് ശരി. എടി എവനെ എവിടെ അവൻ? എടി ഇവിടെ എടി ഇവിടെ ഒരു ആള് പോലും ഇല്ല, ഒരു ആളെ പോലും കാണുന്നില്ലല്ലോ. ആ തെണ്ടിനടുത്ത് നീന്തി വരാൻ പറ ഇങ്ങോട്ട്. ട്രാൻസ്പോർട്ട് ബസ്സായത്. ഫ്യൂൽ ഇപ്പൊ തീരും മിക്കവാറും. ഫാമിലി റേഡിയോ ക്രിയേറ്റ് ചെയ്യാനാ. മാരേജ് വ്ലോഗില്ല, മാരേജ് വ്ലോഗ് ഉണ്ടോ? നാളെ കിട്ടുന്ന പറഞ്ഞ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഒരു ഫ്ലോയില് പൊക്കോണ്ടിരുന്നേ. ആ തെണ്ടിന്റെ സൗണ്ട് കേട്ടോ ഇവിടെ. ദൈവമേ താഴെയുള്ള കുരിപ്പിനൊന്ന് വലിച്ചു തരാവോ? നമ്മളെ വണ്ടി നിക്കില്ല, പൊക്കോണ്ടിരിക്കാനാട്ടോ ഇത്. ഞാൻ ബ്രേക്ക് പിടിച്ചാണല്ലോ, പിന്നെന്തത്?
ചെറിയ നങ്കൂരത്തിലൊന്നും നിക്കത്തൊന്നുമില്ല. അതൊന്നും നിക്കാതെ ഏത് നങ്കൂരത്തിലും നമ്മൾ നിർത്തും, മനസ്സിലായ? പേടിക്കാതെ ഇങ്ങനെ. ചന്ദ്രബോസ് ടൂറിലാണോ ഫാമിലി? ഷിപ്പില നമ്മളെയൊക്കെ ഒരു റേഡിയോ പറ. റേഡിയോ പറ. റേഡിയോ 166. ഇത് ഞാൻ മാത്രല്ലേ ഉള്ളൂ? ഞാൻ വരും. അവൻ ക്രാഷ് ആയി. ഇനി ക്രാഷ് ആക്കിയ വരാൻ പറ, തൂങ്ങി പിടിച്ച്. ഹലോ അലീന. മുതുക്ക് ഷോ കാണിക്കട്ടെ, ഞാൻ പോയി കുറച്ച്. ഇതില് പേരടിക്കാൻ പറ്റുമോ? സൈഡില് സ്വർണ്ണമ്മ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ അമ്മയുടെ പേര്. എന്റെ ഇമാജിനറി അമ്മ. നങ്കൂരിടാൻ പറ്റിയ ഓപ്ഷൻ ഉണ്ടാട്ടാ. നങ്കൂര് F6 പക്ഷെ ഇവിടെ വരുന്നില്ല അത്. ഫ്രണ്ടിലുള്ള ക്യാപ്റ്റൻ അലീന, ഫ്രണ്ടിലുള്ള എന്താ നമ്മൾ കാണുന്ന? ഫ്രണ്ടില് നമ്മൾ വേറൊരു കപ്പലാണ് ക്യാപ്റ്റൻ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ പായ് കപ്പലാണോ? പറയാൻ പറയട്ടെ, ഞാൻ വെളിയിൽ പോയി കൈ കാണിക്കട്ടെ? മാറ്റാൻ കൈ കാണിക്കൂ, ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യൂ അവരുടെ അടുത്ത്. നമുക്കിതൊക്കെ ബുദ്ധിമുട്ടാണ്. ഇത് പറ അമ്മയുടെ, ഇത് റോഡല്ല, ഇത് കടലാണ്. തോന്നിയ പോലെ വണ്ടി ഓടിക്കാൻ അവൻ്റെയൊക്കെ തന്തയുടെ കടലല്ല എന്ന് പറഞ്ഞേക്കുന്നു. അല്ലെ ഞാൻ പോയി കടലമ്മയോട് വിളിച്ച് കേസ് കൊടുക്കണമെന്നില്ലേ? അലീന ജോണേഴ്സ് ഓക്കെ പോയി. അപ്പം ഞാൻ മാത്രമായി ഈ ഇതിൽ. ഞാൻ പൊട്ടനെ പോലെ, അനാഥപ്രാതം പോലെ ഞാൻ ഈ വണ്ടി ഓട്ടിക്കണം. എല്ലാവരും ക്രാഷായി, ഞാൻ അനാഥൻ. ഞാൻ ആരോട് സംസാരിക്കൂ ഇനി? ഹലോ, ഇത്രയും വലിയ ലക്ഷറി ഒരു കപ്പലിൽ ഞാൻ മാത്രം. ഒറിജിനാലിറ്റി ഒക്കെ ഉണ്ട് കേട്ടാ, കാണുമ്പോലല്ലോ ഒരു ഒറിജിനാലിറ്റി ഒക്കെ ഉണ്ട്. എത്ര സ്ലോ ആയിട്ടൊക്കെ വണ്ടിയൊക്കെ വളഞ്ഞ് ഒരു മൂടാണ്. നമുക്ക് നേരല്ല ഒരു ബോട്ട് വരുന്നേ. ചന്ദ്ര വന്ന് കളിയാക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പറയാൻ പറഞ്ഞു മുച്ചിരി. എന്താടാ മുച്ചിരി എന്താ പറഞ്ഞേ? മുച്ചിരി വന്നെന്ന് പറയാൻ പറഞ്ഞു. മുച്ചിരി എന്തോ പറയാൻ പറഞ്ഞേ? മുച്ചിരി എന്താ? മുച്ചിരി ഔട്ട് അല്ല, ബോസ് ഔട്ട്, മുച്ചിരി ബോസ് ഇന്നെന്ന് പറഞ്ഞായിരുന്നു. മുച്ചിരി നീ ആ പേരെടുത്തോടാ, കുഴപ്പമില്ലടാ മുച്ചിരി. ഹലോ മുച്ചിരി. ഗ്യാങ്സിന്റെ അടുത്തുണ്ട് മുച്ചിരി. ഹലോ മുച്ചിരിയേ, എടാ കേക്കുന്നുണ്ടോ? പേര് മാറ്റി കളിക്കലടാ. ഇപ്പൊ ആങ്കർ വീണ കേട്ടോ. എടാ ആങ്കർ എടുത്തിട്ടുണ്ട്. ചന്ദ്ര ഹലോ, ചന്ദ്ര ബോസ് ഹലോ. ഒരു സെക്കൻഡ്. കൺസൈൻമെന്റ് എടുത്തില്ല നമ്മൾ ഇതിലായിട്ടും.
അത് ഇങ്ങനെ പറയാൻ പറഞ്ഞു. ആരുടെ പറഞ്ഞ അല്ല കൺസൈവിന്റെ എടുത്താലോ ഞാൻ ഇങ്ങനെ ചോദിച്ചതാ. നമ്മൾ കുറെ ആളായില്ലേ കൺസൈൻമെന്റ് എടുക്കാൻ ടൈം ആയാ? ഒരു അതെ ഞാൻ കാര്യം ചെയ്യട്ടെ. നിങ്ങളവിടെ പോരേണ്ടി വരും. ഞാൻ എത്ര കഷ്ടപ്പെടുന്നറിയാ ഈ വണ്ടി പാർക്ക് ചെയ്യാൻ. കണ്ടാ പാർക്കിംഗ് കണ്ടാ വണ്ടി ഇട്ടേക്കുന്നാണ്ടാ. അത് നമ്മുടെ ടിവിയുടെ. ഇത് ഓട്ടപ്പൊടി നമ്മൾ എപ്പോഴും ഓടില്ല. ഇതിന്റെ കീ അണ്ണൂന്റെ என்ன காரா? பிரீமியம் ஒன்னு டீலர்ஷிப் ஒன்னு. வேணாம் கார் ஒന്നും வேணாம். கார் வேணாம். அப்பா சத்தியமா இருக்கு எக்ஸ்ட்ரா 2. வேண்டாம். கார் வேண்டாம். பாட்டால சரி ஓகே. ஐயோ. அட பொம்மாலே பொம்மா. கார் ஓட்ட முடியாதுமா. அதுக்காக முதுக்கி வா. കേറുവാ. മോളോട്ട് കേറുന്ന നമ്മൾ കൺസൈൻമെന്റ് അടിച്ച് കുറെ നാളായില്ല. ചന്ദ്ര കൺസൈൻമെന്റ് അടിക്കാം ചില്ല ഗൈസ്. കൺസൈൻമെന്റ് അടിക്കാം എല്ലാം അടിക്കാം. ഇത് കൊള്ളാം കേട്ടോ. ഒരു കുഞ്ഞു ബോട്ടുണ്ട് റൈറ്റ് ഇടിക്കല്. അഹങ്കാരം അവൻ ഇടിച്ച് കള. അവനെ നേരത്തെ നിന്റെ വണ്ടി കൊണ്ടുവന്ന് ഒറ്റ ഇടി അവൻ നാറി. നീ അത് വളയോ നമ്മളെ വണ്ടി. എന്റെ കഴിവ് അതെന്റെ കഴിവ്. എന്റെ കഴിവാണത്. കണ്ടാ നീ വളച്ചെടുത്തില്ലേ? അതെന്റെ കഴിവാണടി. ടാലന്റഡ് ബോയ് ആണ് ഞാൻ. ടാലന്റഡ് ബോയ്. നേരെ പൊക്കോ. ഓക്കെയാണ്. കല്ലും കട്ടയും മഞ്ഞും ഇതൊന്നുമില്ല. പൊക്കോ. നേരെ പൊക്കോ. മഞ്ഞുമല ഉണ്ടോ? മഞ്ഞുമല തട്ടൂല രാവിലെ. നേരെ കണ്ട് മുതുക്കി കേറട്ടെ. റോഡിലോട്ട് ഇതിലോട്ട് അങ്ങ് കേട്ടാ. ബീച്ചിലോട്ട് 10 പേര് കാണട്ടെ. കപ്പലിൽ 2 ഒരാള് ഇടിച്ചിട്. അങ്ങനെയൊക്കെ ഇടിച്ചിട പെട്ടെന്ന് വളയ്ക്കാൻ പറ്റത്തില്ലെന്ന്. അല്ലെങ്കിൽ ഇടിച്ചെറിഞ്ഞാനേ അവരെയൊക്കെ. നേരെ അവിടെ കുറച്ച് വരുന്നുണ്ട്. നേരെ അങ്ങോട്ട് ലാൻഡ് ചെയ്തോ. ലീന സേഫ് ലാൻഡ്. എടി വണ്ടി വരുന്നേട്ടാ. സൂര്യയുടെ തലയിലാക്കിയോ കേട്ടാ. തള്ളയടി ഞാൻ താഴെ പോയടി. അമ്മച്ചിയേ എടി ഇതിപ്പോ താഴെ വീഴും. ഞാനേ അവിടെ ആങ്കർ ഇട്ടാണ്. അവിടെ പൂഴി മണ്ണായോണ്ട് നിന്നില്ല. പിടിച്ചപിടി നിന്നില്ല. കേറി കരയിലോട്ട് കേറി. ഇത് നേരെ വന്ന് ഈ മതിലിടിച്ചിടുന്നത്. അതേ തങ്കന്റെ വീട്ടിൽ ഇടിച്ചിടുന്നത്. അതിനേതോ ഓടണട്ടാ വെച്ച് പിടിച്ച്. പിന്നെ അല്ലാണ്ട് കടലിൽ കിടക്ക ഇത്ര തോന്നിക്കില്ലാട്ടാ ഇത്. എടി ആരോ ചത്തടി.
എനിക്ക് കിൽ നോട്ടിഫിക്കേഷൻ കാണിച്ച് അവിടെ കൊറേ പേര് ഇതാ 50 ഒന്ന് അന്തം വിട്ട് നോക്കിയിട്ട് മുയിരെന്ന് പറഞ്ഞു. 52 അടുത്തിരുന്നവരാ തൊട്ട് ചത്തത്. അവിടെ കൊറേ പേര് ഇരിക്കുന്നുണ്ട്. നോക്കട്ടെ വാ നോക്കിട്ട് വാ. ഞങ്ങള് മുതുക്കി ലാൻഡ് ചെയ്തു. മുതുക്കി നങ്കൂരായിട്ട് നിർത്തിയിട്ടുണ്ട് വണ്ടി ഷിപ്പ് പെട്ടാ. എന്തൊരു നീളമല്ലേ. ഇതാരാ കൂട്ടുകാരാ? ഏതാ ബ്രോ അത് ന്യൂസിന്റെ ആളല്ലേ കിടക്കണേ? അതൊന്ന് ഫോട്ടോ എടുത്തിടൂ. അലീന അതേ ഒരു കണ്ടീര കളറുള്ള ഒരുത്തൻ നിൽക്കുന്ന ഫ്രണ്ടില്. നാളെ നീ ഇന്നലെ എന്തോടാ പറഞ്ഞേ? ഇന്നലെ നീ എന്തോ കളവ പറഞ്ഞേ? എന്തോ അപ്പാ ഈ വയസ്സാം കാലത്ത് വീട്ടിൽ ഇരുന്നൂടെ? ഇങ്ങനെ വയസ്സാം കാലത്ത് വീട്ടിൽ ഇരുന്നൂടെ? എന്തിനാണ് ഈ വയ്യാത്ത പണിക്കൊക്കെ പോണേ? വയ്യാത്ത പട്ടി എന്തിനാ കയ്യാലെ കയറാൻ പോന്നേ? എന്ത് കയ്യാലം കല്യാണം കഴിക്കാൻ പോണെന്നല്ല, കയ്യാലെ കയറാൻ പോണ എന്തിനാണ്? എന്ന് പറഞ്ഞ എല്ലാം പറയണോ അങ്ങ്? എന്ന് പറഞ്ഞ എന്താ? എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ എന്ത് പറഞ്ഞ ബ്രോ? ഇതെന്താ മനസ്സിലാവില്ല. ഇത് ഏത് ഭാഷ സംസാരിക്കുന്നേ അപ്പാ? മലയാളോ? ഇവിടെ നീ മുണ്ടാണ് കൊച്ചർക്ക. നീ പറ. അല്ല ബ്രോ പറ. അല്ല ചേട്ടൻ പറ. അല്ല ഇതെന്താ ഈ ഓടക്കുള്ളിൽ കൊണ്ട് നടക്കണേ? അടി കടിക്കാനാ? ഓനങ്കൂല. ഓരോരോ ജന്മങ്ങളെ. വീട്ടിൽ പെൻഷൻ മേടിച്ചിരുന്നാ പോരെ. സേഫ് താനേ. ഇത് നമ്മളുടെ ഷോപ്പാണ് സൂര്യ, ഷോപ്പ്. അയ്യോ ഞാൻ വന്ന് വീണൊക്കെ എണീറ്റ് ഇവിടെ.